സൗദി അറേബ്യയിലെ ഇന്ത്യൻ സ്റ്റുഡൻസിന് MBBS പഠിക്കാൻ പറ്റിയ ഒരു അവസരത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അറിവിൽ സൗദി അറേബ്യയിലെ ചില യൂണിവേഴ്സിറ്റികൾ MBBS സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പ്രധാനമായിട്ടും സൗദി സ്റ്റുഡൻസിനാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഫീസോട് കൂടിയിട്ടുള്ള അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ടും ഇവിടെ ബിസിനസ് ചെയ്യുന്ന പാരൻസിന് അവരുടെ മക്കളെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇതൊന്നും ഏജൻസ് വഴിയൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ഈ കാണുന്ന യൂണിവേഴ്സിറ്റികളൊക്കെയാണ് MBBS അഡ്മിഷൻ കൊടുക്കുന്നത്. ഇതിലേതൊക്കെയാണ് MCA റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ എൻക്വയറി ചെയ്യണം. ഇതിൽ MCA റെക്കഗ്നൈസ്ഡ് എന്നാണ് കാണിക്കുന്നത്. എന്നിട്ട് ഡയറക്റ്റ് അവരുടെ അപ്ലിക്കേഷൻ പോർട്ടലിൽ പോയിട്ട് നമ്മൾ തനിയെ അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ ഫീസും പ്രൊസീജിയേഴ്സൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഡിഫറെൻ്റ് ആണ്. ചില യൂണിവേഴ്സിറ്റീസ് ഫോറിൻ സ്റ്റുഡൻസിന് എടുക്കുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റീസ് എടുക്കുന്നില്ല. ചിലവർ സ്റ്റുഡൻറ്റ് വിസ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ചിലർക്ക് ഇവിടെ ഇഖാമ ഉള്ള സ്റ്റുഡൻസിനെ മാത്രമാണ് എടുക്കുന്നത്. ആപ്ലിക്കേഷൻ ഫീസ് ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് 5000 റിയാലാണ് ആപ്ലിക്കേഷൻ ഫീസ്, അത് നോൺ റീഫണ്ടബിൾ ആണ്. അതേപോലെ തന്നെ ഇത്തരം കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. +2 അത്യാവശ്യം മാർക്ക് വേണം, പിന്നെ SAT ക്വാളിഫൈ ചെയ്യണം. അതായത് നന്നായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയുള്ള കുട്ടികൾ, നിങ്ങളൊന്ന് എൻക്വയറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റും.